വിഴിഞ്ഞം തുറമുഖം വേണ്ടെന്ന് ആരാണ് പറഞ്ഞത്? ആരു തന്നെ ആയാലും അത് കത്തോലിക്ക സഭ നേതൃത്വമല്ല, തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയല്ല. സമരരംഗത്തുള്ള ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളോ തീരദേശവാസികളോ അവർക്കൊപ്പം നിൽക്കുന്ന വൈദികരോ അത് പറഞ്ഞിട്ടില്ല. എന്നിട്ടും സമരക്കാരോട് സർക്കാർ ഇതുവരെ കാട്ടിയത് അംഗീകരിക്കാനാകാത്ത നിഷേധാത്മകത. അവരെ കേൾക്കില്ല, അവരുടെ പരാതി ഗൗനിക്കില്ല എന്ന മട്ട് എന്തുകൊണ്ടായിരുന്നു അത്? മത്സ്യത്തൊഴിലാളികളുടെ സമരം തുറമുഖത്തിനോ സർക്കാരിനോ എതിരെ എന്ന് നിശ്ചയിച്ചത് ആരാണ്? എന്തായാലും ചിത്രം തൽക്കാലം മാറിയിരിക്കുന്നു. വൈകിയാണെങ്കിലും അവരെ ചർച്ചയ്ക്ക് വിളിക്കാനും ചർച്ച നടത്തുവാനും സർക്കാർ സന്നദ്ധമായി. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച തുടരും. ഈ ചർച്ചകൾ രണ്ട് മന്ത്രിമാരുടെ വിവേകശൂന്യതയ്ക്ക് താൽക്കാലിക തിരുത്തലാണ്. അത് ആത്മാർത്ഥമോ എന്ന് സർക്കാർ തന്നെ വൈകാതെ തെളിയിക്കണം. മത്സ്യത്തൊഴിലാളികളുടെ സമരം തുറമുഖത്തിനോ സർക്കാരിനോ എതിരെയല്ല, തങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് സംരക്ഷിക്കാൻ വേണ്ടി മാത്രം. ആവശ്യങ്ങൾക്കായി ആര് ഭരിച്ചാലും സമാന സാഹചര്യത്തിൽ തെരുവിലിറങ്ങാൻ തീരദേശത്തെ ജനങ്ങൾ നിർബന്ധിതമാകുമായിരുന്നു. അതിൽ രാഷ്ട്രീയമോ മറ്റെന്തെങ്കിലും വിഭാഗീയ താല്പര്യമോ ഇല്ല. പക്ഷേ സമരക്കാരെ സർക്കാർ കണ്ടത് ആ വിധത്തിലല്ല. മത്സ്യത്തൊഴിലാളികളെയും അവരിലേറെ പേരും ഉൾപ്പെടുന്ന കത്തോലിക്ക സമൂഹത്തെ തന്നെയും ദേശദ്രോഹികളെന്ന് ചിത്രീകരിക്കാൻ സർക്കാരിന് പുറത്തുള്ള ചിലരും ശ്രമം നടത്തുന്നു. തീരദേശവാസികളുടെ ആശങ്ക തിരിച്ചറിയാൻ മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നതിൻ്റെ തെളിവാണ് രണ്ടു മന്ത്രിമാർ നടത്തിയ അഭിപ്രായ പ്രകടനം. ഇടത് സർക്കാർ പല സമരങ്ങൾ കണ്ടതാണ്, ഇതൊന്നും പ്രശ്നമല്ല എന്ന് ഒരു മന്ത്രി. ഈ സമരം സർക്കാർ വില വെക്കാൻ പോകുന്നില്ല എന്നാണല്ലോ ഈ പറഞ്ഞതിനർത്ഥം. സമരം ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികളല്ല, പുറത്തുനിന്ന് എത്തിയവരാണെന്ന് മറ്റൊരു മന്ത്രി. അവരെ എന്തു ചെയ്യണമെന്നും മന്ത്രി പറയുന്നു. അധികം വിസ്തരിക്കാതെ തന്നെ ഈ പറഞ്ഞതിൻ്റെയും വിശാലമായ അർത്ഥം വ്യക്തമാണ്. സമരം ചെയ്യുന്നത് നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളല്ലെങ്കിൽ, തീരദേശവാസികളല്ലെങ്കിൽ പിന്നെ ആരാണവർ? മറ്റാരെയോ സംഘടിപ്പിച്ച് നടത്തുന്ന സർക്കാർ വിരുദ്ധ തുറമുഖ വിരുദ്ധ നീക്കം എന്നു വേണമല്ലോ മനസ്സിലാക്കാൻ. ഒരു വശത്ത് തീരദേശവാസികളെ മന്ത്രിയുടെ ഈ വാക്കുകൾ അവഹേളിച്ചു, മറുവശത്ത് മത്സ്യബന്ധന തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന വൈദികരും ലത്തീൻ അതിരൂപത നേതൃത്വവും ഒക്കെ ദേശദ്രോഹത്തിലാണെന്ന് വ്യംഗ്യമായ ആരോപണം. ആരുടെ നാവാണ് മന്ത്രി കടമെടുത്തത്? മന്ത്രിക്ക് തെറ്റി. ഇത്തരം പഴിക്കലുകൾ കേട്ടാൽ പിന്തിരിയുന്ന നിശ്ചയദാർഢ്യവും ഹൃദയനെറിയുമല്ല സമരക്കാരുടേതും അവർ നയിക്കുന്നവരുടേതും. മന്ത്രി പറഞ്ഞതിനേക്കാൾ അപരിഷ്കൃതമായാണ് ആരുടെയൊക്കെയോ പണം വാങ്ങി നടത്തുന്ന ദേശദ്രോഹം എന്ന് ചിലരെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. അവരോടും അവരുടെ ഊറ്റത്തോടുമുള്ള ചെറിയ മറുപടി ഇതാണ്: വികസനമെന്നും വിഴിഞ്ഞം തുറമുഖമെന്നും കേട്ടാലുള്ള സന്തോഷവും ആവേശവും നല്ലതു തന്നെ, അത് സാമാന്യമായി എല്ലാവർക്കും ഉണ്ട്. പക്ഷേ രാജ്യവും കൂറും തങ്ങൾക്കു മാത്രമെന്ന ധാരണ ചുമന്ന് ആരും വിഷമിക്കേണ്ടതില്ല. ദുഷ്പ്രചാരകരും നാട്ടാരെ അറിയാത്ത മന്ത്രിമാരും എന്തു പറഞ്ഞാലും കഴിഞ്ഞ ദിവസം തീരദേശവാസികൾ നടത്തിയ സമരം ജനങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. അവർ അക്രമത്തിനോ അതിക്രമത്തിനോ മുതിർന്നില്ല. ഉദ്ദേശിച്ചിടത്തെത്തി തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചു മടങ്ങി. അവരുടെ ലക്ഷ്യം സർക്കാർ തങ്ങളെ കേൾക്കണം, ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നതാണ്. അവരുടേത് അതിമോഹമല്ല, പദ്ധതി വിരുദ്ധതയല്ല, തുറമുഖം ഇല്ലാതാക്കാനുള്ള പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഉദ്ദേശവുമല്ല. അപകടപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് പരിരക്ഷ വേണമെന്ന മുറവിളി മാത്രം. 2015 മുതലുള്ള കാലയളവിൽ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയും പദ്ധതിയുടെ മെല്ലെപ്പോക്കിനെതിരെയും പറഞ്ഞ ആക്ടിവിസ്റ്റുകൾ പോലും ചൂണ്ടിക്കാട്ടിയ കാര്യമുണ്ട്. പദ്ധതിക്കെതിരെ ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങൾ ഒഴിച്ചാൽ ജനങ്ങളാരും രംഗത്തില്ല എന്ന്.
ഈ വാക്കുകൾ തന്നെ തീരദേശവാസികൾക്കും അവരുടെ സമരത്തിനുമെതിരായ ആക്ഷേപത്തെ മുൻകൂർ നിഷേധിക്കുന്നു. ഇക്കാലം അത്രയും മത്സ്യബന്ധന മേഖലയിലുള്ള തൊഴിലാളികളും തീരദേശവാസികളും തുറമുഖത്തിന് ശത്രുക്കളായിട്ടില്ല. എന്നാൽ ഇപ്പോൾ അവർ സമരരംഗത്തുണ്ട്. കാരണം പദ്ധതി നിമിത്തം ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവർക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്ത സർക്കാർ അക്കാര്യം മറന്ന മട്ടായി. പറഞ്ഞതിൽ നിന്നും വിശ്വസിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായി പലതും സംഭവിക്കുന്നു. തുറമുഖ നിർമ്മാണത്തിൻ്റെ ഫലമായി തീരം ശോഷിക്കുകയും കര കടലിൽ ആഴുകയും വീടുകൾ വെള്ളത്തിൽ അമരുകയും ചെയ്യുന്നു. ഓർമ്മ വച്ച കാലം മുതൽ തങ്ങൾ വ്യാപരിച്ച കര എന്നേക്കുമായി മാഞ്ഞു പോകുന്നു. തീരത്ത് ജീവിക്കുന്നവർക്ക് പാർക്കാനും പോകാനും ഇടമില്ലാതാകുന്നു. ഇതും വെറും ഭീതിയല്ല, കൺമുൻപിൽ കണ്ട യാഥാർത്ഥ്യം. മത്സ്യബന്ധനത്തിനുള്ള വള്ളങ്ങൾ സൂക്ഷിക്കാൻ സ്ഥല സൗകര്യമില്ല. ചുരുക്കത്തിൽ ജീവനവും ജീവിതവുമെല്ലാം താറുമാറാകുന്ന അവസ്ഥ. തലമുറകളായി ജീവിച്ചു പോരുന്ന ഇടവും ജീവന രീതികളും ജീവിതോപാധികളും ജീവിത സംസ്കാരമാകെയും വിട്ട് അവർക്ക് എവിടേക്കും പോകാനില്ല. കരയിൽ പിടിച്ചിട്ട മത്സ്യങ്ങളെ പോലെയാകും തങ്ങളെന്നറിയുന്ന അവർ സമൂഹമെന്ന നിലയിൽ തുടച്ചു നീക്കപ്പെടുമെന്ന ഭീഷണിക്കെതിരെയാണ് സമരം പ്രഖ്യാപിച്ചത്. അതിലേക്ക് അവരെ നയിച്ചതിൽ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ആ പിശക് തിരുത്താതെ തീരജനതയെയും അവരുടെ സമരത്തെയും നിസ്സാരമാക്കി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല. കാരണം നിസ്സഹായരായ ജനവിഭാഗത്തിൻ്റെ വിലാപമാണിത്. അതിൻ്റെ ചൂട് അവരവഗണിക്കുന്ന ഏത് സർക്കാരിനെയും പൊള്ളിക്കും. ചർച്ചകൾ തീരജനതയെ കബളിപ്പിക്കാനുള്ള തന്ത്രമായി സർക്കാർ കാണരുത്. കാരണം അങ്ങനെ വന്നാലുള്ള തിരിച്ചടി നിശ്ചയമായും കടലിൽ നിന്ന് കയറി വന്ന സുനാമി പോലെ തന്നെയാകും. തുറമുഖ പദ്ധതിയെ ഇല്ലാതാക്കുന്നു എന്ന പേരിൽ മത്സ്യത്തൊഴിലാളികളെയും തീരജനതയെയും അവർക്ക് നേതൃത്വം നൽകുന്നവരെയും വിമർശിക്കുന്ന സർവരോടും ഒരു ഓർമ്മപ്പെടുത്തൽ. മറ്റുള്ളവരുടെ ചെലവിൽ വികസനം പോരട്ടെ എന്ന മനോഭാവത്തോടെ ആരും വിമർശനത്തിന് ഇറങ്ങേണ്ടതില്ല. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് അത്രമാത്രം ഗുണകരവും ജനങ്ങൾക്ക് പ്രയോജനകരവും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കുതിപ്പിന് സഹായകവും ആണെന്ന് ഉറപ്പുള്ളവർ ഒരു കാര്യം ചെയ്യട്ടെ. പദ്ധതിക്ക് വേണ്ടി സഹിക്കുന്നവരെ സംരക്ഷിക്കാൻ ശബ്ദമുയർത്തുക. നാടിന് വരാനിരിക്കുന്ന നേട്ടത്തിനു വേണ്ടി നഷ്ടം നേരിടുന്നവരെ ആ നേട്ടത്തിൻ്റെ ഒരു വിഹിതം മുൻകൂറായി ചെലവിട്ട് സഹായിക്കാൻ സർക്കാരുകളോട് ആവശ്യപ്പെടുക. അത് ഭരണപക്ഷക്കാരാണെങ്കിലും ദേശസ്നേഹം ഭാവിക്കുന്ന മറ്റു വല്ലവരുമാണെങ്കിലും. അതിനു തയ്യാറല്ലെങ്കിൽ ലത്തീൻ രൂപതയെയും സഭാ നേതൃത്വത്തെയും സമരം ചെയ്യുന്ന തീരജനതയെയും വികസന ലക്ഷ്യവും ദേശസ്നേഹവും പഠിപ്പിക്കാൻ മുതിരാതിരിക്കട്ടെ. തീരജനതയ്ക്ക് ജീവിത സുരക്ഷയും മുടക്കമില്ലാത്ത തൊഴിൽ സൗകര്യവും വേണം. തുറമുഖ നിർമ്മാണത്തിൻ്റെ പേരിലുള്ള എല്ലാ ആവാസ നഷ്ടത്തിനും സർക്കാർ സാമ്പത്തിക പരിഹാരം നൽകണം. ഇത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. ഇത്രയും കാലം നിറവേറ്റാതെ പോയ ബാധ്യതയും ഉറപ്പും. അതിന് പോട്ടെന്ന് വെക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവർക്കത് അനുദിന ജീവിതത്തിൻ്റെ പ്രതിസന്ധിയാണ്. അതിൽ നിന്ന് രക്ഷ നേടാനുള്ള പോരാട്ടത്തെ ഇടതു സർക്കാരിനെതിരെയുള്ള സമരമെന്ന രാഷ്ട്രീയ കുറിച്ചാർത്തി ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ എന്നറിയില്ല. വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ സങ്കല്പത്തിന് മുൻപിൽ പാവപ്പെട്ട തീരദേശ ജനത വൻമരങ്ങൾക്കായി തകർക്കപ്പെടാനുള്ള കുറ്റിച്ചെടികളും പുൽക്കണങ്ങളും മാത്രമായി കാണുന്നവരുണ്ടാകാം. സർക്കാർ അവരെ പോലെ ആകരുത്. ഉറപ്പുകൾ പാലിക്കാതെ പദ്ധതികൾക്ക് വേണ്ടി ഓരോയിടത്തും ഓരോ കൂട്ടം ജനങ്ങളെ ബലിയാടുകളാക്കുന്ന അപരിഷ്കൃത സമ്പ്രദായം നമ്മുടെ സർക്കാരുകൾ എന്നേക്കുമായി മറക്കണം. അത് വില പോകാത്ത കാലമാണ് വന്നു ചേരുന്നത്.